നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഡോക്ടർ കെ.ജെ. റീനയ്ക്കെതിരായ അന്വേഷണ നടപടികൾ ആരോഗ്യവകുപ്പ് കൂടുതൽ ശക്തമാക്കുന്നു. തൃശൂർ ജില്ലാ മെഡിക്കൽ ഓഫീസറായിരുന്ന കാലയളവിൽ കോവിഡ് പ്രതിരോധത്തിനായി അനുവദിച്ച ദുരന്ത നിവാരണ ഫണ്ട് വകമാറ്റി ചെലവഴിച്ചുവെന്ന ധനകാര്യ പരിശോധനാ വിഭാഗത്തിന്റെ കണ്ടെത്തലാണ് പുതിയ വിവാദങ്ങൾക്ക് തീ കൊളുത്തിയിരിക്കുന്നത്. ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടുകളാണ് ഇവർക്കെതിരെ ഉയർന്നു വന്നിരിക്കുന്നത്. 2018 മുതൽ 2021 വരെയുള്ള കാലഘട്ടത്തിൽ തൃശൂർ DMO ആയിരുന്നപ്പോൾ കോവിഡ് പ്രതിരോധത്തിനായി സർക്കാർ അനുവദിച്ച തുകയിലാണ് തിരിമറി നടന്നതെന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. 2020 ഫെബ്രുവരി 4, മെയ് 5 എന്നീ തീയതികളിൽ അനുവദിച്ച ഫണ്ടുകൾ യഥാർത്ഥ ആവശ്യങ്ങൾക്ക് വിനിയോഗിക്കുന്നതിന് പകരം വകമാറ്റി ചെലവഴിച്ചു എന്നതാണ് ധനകാര്യ പരിശോധനാ വിഭാഗത്തിന്റെ പ്രധാന ആരോപണം. ഈ തിരിമറികളിലൂടെ വിനിയോഗിച്ച തുക സർക്കാർ ഇതുവരെ സാധൂകരിച്ചിട്ടില്ല എന്നതും ഗൗരവകരമാണ്. അതിനാൽ തന്നെ ഈ വിഷയത്തിൽ വകുപ്പ് തലത്തിൽ വിശദമായ പരിശോധന അനിവാര്യമാണ് എന്ന് ധനകാര്യ പരിശോധനാ വിഭാഗം അഡീഷണൽ സെക്രട്ടറി സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. വകമാറ്റി ചെലവഴിച്ച തുക ഡോക്ടർ റീനയിൽ നിന്ന് തന്നെ ഈടാക്കണം എന്ന ശുപാർശയും പരിശോധനാ വിഭാഗം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കോവിഡ് രോഗബാധിതർക്കായി ജില്ലാ കളക്ടർ അനുവദിച്ച ഫണ്ട് ജീവനക്കാരുടെ ഭക്ഷണ ചെലവ് അടക്കമുള്ള മറ്റ് ആവശ്യങ്ങൾക്കായി വകമാറ്റി ചെലവഴിച്ചു എന്നതാണ് പ്രധാന കണ്ടെത്തൽ. ഇതുകൂടാതെ മറ്റ് ചില പ്രവൃത്തികൾക്കായും ഫണ്ട് ദുരുപയോഗം ചെയ്തതായി റിപ്പോർട്ടുകൾ പറയുന്നു. 2025 മെയ് മാസത്തിലാണ് ധനകാര്യ പരിശോധനാ വിഭാഗം ഈ ക്രമക്കേടുകൾ സംബന്ധിച്ച് സർക്കാരിന് റിപ്പോർട്ട് കൈമാറിയത്. അതേസമയം ഭരണകൂടവുമായി ഡോക്ടർ റീന ഇടഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരം നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോകുന്നതെന്ന ആക്ഷേപവും ശക്തമാണ്. രാഷ്ട്രീയവും ഭരണപരവുമായ പകപോക്കലുകളുടെ ഭാഗമായാണോ ഈ അന്വേഷണമെന്ന ചോദ്യം ഇതിനോടകം തന്നെ ഉയർന്നു കഴിഞ്ഞു. ഉന്നത ഉദ്യോഗസ്ഥരും സർക്കാരും തമ്മിലുള്ള ഈ ശീതയുദ്ധ ആരോഗ്യവകുപ്പിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളെയും ബാധിക്കുന്നുണ്ട്. ഡോക്ടർ റീനയുടെ ഔദ്യോഗിക ജീവിതം നേരത്തെയും നിരവധി വിവാദങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. കെ മുരളീധരൻ ആരോഗ്യമന്ത്രിയായിരിക്കെ ആരോഗ്യവകുപ്പ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് ഇവരെ നീക്കിയത് വലിയ നിയമ പോരാട്ടങ്ങൾക്ക് വഴിവെച്ചു. അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിച്ച് അനുകൂല വിധി നേടിയെങ്കിലും പിന്നീട് DHS കസേരയ്ക്കായി ഡോക്ടർ വി മീനാക്ഷിയുമായി നടത്തിയ കസേര തർക്കം വകുപ്പിനെ തന്നെ നാണം കെടുത്തുന്ന രീതിയിലേക്ക് വളർന്നിരുന്നു. കൂടാതെ നിലവിലെ സാഹചര്യത്തിൽ ഇതിനുമെല്ലാം ഉപരിയായി ഭിന്നശേഷി കമ്മീഷണറുടെ ഭാഗത്ത് നിന്ന് ഇവർക്കെതിരെ നേരത്തെ രൂക്ഷമായ വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട്. തൃശൂർ DMO ആയിരിക്കെ ഭിന്നശേഷിക്കാരിയായ ഒരു ദന്തൽ സർജന് അർഹമായ അവധി നിഷേധിക്കുകയും ശമ്പളം തടഞ്ഞുവെക്കുകയും ചെയ്തത് വലിയ നിയമലംഘനമാണെന്ന് കമ്മീഷണർ വിലയിരുത്തി. ഇത്തരമൊരു ഉദ്യോഗസ്ഥ ഭരണം ഭിന്നശേഷിക്കാരുടെ അവകാശങ്ങളെ ഹനിക്കുന്നതാണെന്നായിരുന്നു കമ്മീഷണറുടെ നിരീക്ഷണം. ആ കേസിൽ ഡോക്ടർ റീനയെ ജില്ലാ മെഡിക്കൽ ഓഫീസർ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നും അവർക്കെതിരെ വകുപ്പ് തല അച്ചടക്ക നടപടികൾ സ്വീകരിക്കണമെന്നും കമ്മീഷണർ ശുപാർശ ചെയ്തിരുന്നു. താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിനൊപ്പം തന്നെ റീനയുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചകൾ അങ്ങേയറ്റം ഗൗരവത്തോടു കൂടിയാണ് കമ്മീഷണർ കണ്ടെത്തിയത്. ദുരന്ത നിവാരണ ഫണ്ട് തിരിമറി കേസ് റീനയുടെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ പ്രതിസന്ധിയായി മാറാനാണ് സാധ്യത. ഈ വിഷയത്തിൽ സർക്കാർ സ്വീകരിക്കുന്ന കർശന നടപടികൾ ആരോഗ്യവകുപ്പിലെ അഴിമതി വിരുദ്ധ പോരാട്ടത്തിന്റെ ഭാഗമാണോ അതോ വ്യക്തിവൈരാഗ്യത്തിന്റെ തുടർച്ചയാണോ എന്നത് വരും ദിവസങ്ങളിൽ വ്യക്തമാകും. വകുപ്പ് തല അന്വേഷണം റീനയ്ക്ക് തിരിച്ചടിയാകുമോ എന്ന കാത്തിരിപ്പിലാണ് കേരളത്തിലെ ആരോഗ്യമേഖല. ആരോഗ്യവകുപ്പിന്റെ വിശ്വാസ്യത വീണ്ടെടുക്കുന്നതിനും ഭരണപരമായ സുതാര്യത ഉറപ്പാക്കുന്നതിനും ഇത്തരം വിഷയങ്ങളിൽ നീതിപൂർവമായ അന്വേഷണം അത്യാവശ്യമാണ്. കേവലം ആരോപണങ്ങളിൽ ഒതുങ്ങാതെ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ മാതൃകാപരമായ നടപടികൾ ഉണ്ടാവുക എന്നത് നിയമവ്യവസ്ഥയോടുള്ള ഉത്തരവാദിത്തമാണ്. വിവാദങ്ങളുടെയും അഴിമതി ആരോപണങ്ങളുടെയും ഈ പശ്ചാത്തലത്തിൽ സർക്കാർ സ്വീകരിക്കുന്ന നിലപാട് ഏറെ നിർണായകമായിരിക്കും.